അപ്പോൾ കേരളത്തിൽ ഇതുവരെ 70 വർഷം 68 വർഷം ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടുപേരും കേരളത്തിന്റെ വികസനത്തെ തകർത്തവരാണ്. ഞങ്ങൾ നേരിട്ട് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കേരളത്തിലെ CPM-നെയും കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിന്റെ വികസനം എന്ന വിഷയത്തിൽ സംവാദം നടത്താൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. 11 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ഭാരതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനം, 70 വർഷത്തെ കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള വികസന മുരടിപ്പ് കേരളത്തെ നശിപ്പിച്ചു ഇടതുപക്ഷവും വലതുപക്ഷവും. ആരോഗ്യരംഗത്തെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 600 സീറ്റ് MBBS-ന് ഈ കേരളത്തിൽ കൊടുത്തു. 600 എണ്ണം. അതിൽ 50 എണ്ണം വയനാടിലെ മെഡിക്കൽ കോളേജിലും 50 എണ്ണം കാസർഗോഡും. ബാക്കി 500 മെഡിക്കൽ സീറ്റ് എന്താ ചെയ്തേ? കേരളത്തിലെ ഗവൺമെൻറ് പാവപ്പെട്ട ഗവൺമെൻറ് ആണെങ്കിൽ ഈ 500 സീറ്റ് 11 കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ 11 മെഡിക്കൽ കോളേജിൽ കൊടുക്കണ്ടേ? മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല. ഈ 500 വർദ്ധിപ്പിച്ച MBBS സീറ്റുകൾ ഒരെണ്ണം പോലും കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അവർ കൊണ്ടുവരാതെ ഈ 500 സീറ്റും സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു ഈ ഗവൺമെൻറ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചോദിക്കുകയാണ്, ഒരു സീറ്റെങ്കിലും മെഡിക്കൽ കോളേജിൽ വർദ്ധിപ്പിക്കാൻ ഒരു അപേക്ഷ കൊടുക്കാമായിരുന്നില്ലേ? ഒരു സീറ്റിൻ്റെ അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കാനാണോ സ്വകാര്യ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് കൊള്ളയടിക്കാനാണോ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ 10,000 കോടിയാണ് ആരോഗ്യ മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ മൊത്തം ഭാരതത്തിൽ കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഈ 10,000 കോടി രൂപ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിഭജിക്കുമ്പോൾ എത്ര 1000 കോടി രൂപ ഈ കേരളത്തിന് കിട്ടണം? അത് കൊടുക്കണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കണം. ഇന്നും ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ട ഒരപേക്ഷയും ഇതുവരെ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇനി അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാൻ പോവുകയാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ അയൽ സംസ്ഥാനമാണ് കർണാടക, അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. AK ആൻ്റണി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ, സ്വകാര്യ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ 2 സ്വകാര്യ മെഡിക്കൽ കോളേജ് = ഒരു ഗവൺമെൻറ് കോളേജ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 50 സീറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഫീസിൽ പാവപ്പെട്ട കുട്ടികളെ, കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പിണറായി സർക്കാരിൻ്റെ കാലത്തിൽ അത് എടുത്തു കളഞ്ഞു. ഗവൺമെൻറ് സീറ്റിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 50% തമിഴ്നാട്ടിൽ, 40% കർണാടകയിൽ, 0% 0% കേരളത്തിൽ. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണ്ടേ? ഇടതുപക്ഷം പറയുന്നത് പാവപ്പെട്ടവരുടെ ഭരണമെന്നാണ്, തൊഴിലാളികളുടെ ഭരണമെന്നാണ്. തൊഴിലാളികളുടെ ഭരണമാണെന്ന് പറഞ്ഞിട്ട് 16 തൊഴിലാളികളെ പോലീസ് സ്റ്റേഷനിൽ ചവിട്ടിക്കൊന്നത്. അപ്പം ഈ നെറികെട്ട സാമ്പത്തികമായി തകർച്ച, ഇടതുപക്ഷം പിണറായി വിജയൻ്റെ ഭരണ അധികാരത്തിൽ വന്നപ്പോൾ 1.6 ലക്ഷം കോടിയായിരുന്നു കടം. ഇന്ന് 4.8 ലക്ഷം കോടിയാണ് കടം. ഞങ്ങളിത് പഠിച്ച് തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ പോകുന്നത്. അപ്പം എന്താണ് ഈ കടമൊക്കെ ഉണ്ട്, ശരി, കടം കൂടട്ടെ, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവണ്ടേ? ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്, അതായത് വികസനം ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനമാണ്. റോഡിൻ്റെ വികസനം, ട്രെയിനിൻ്റെ വികസനം, പാലത്തിൻ്റെ വികസനം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് റോഡും പാലും ഒക്കെയാണ്. ഇതൊക്കെ നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ്. ഈ സർക്കാർ ആളുകളെ ഇല്ലാതാക്കുന്ന, ഉരുട്ടിക്കൊല്ലുന്ന, അടിച്ചു കൊല്ലുന്ന, ചെടിച്ചട്ടി അടിച്ചു കൊല്ലുന്ന, ലാത്തി കൊണ്ട് അടിച്ചു കൊല്ലുന്ന, സകല മേഖലയിലും തകർച്ച കൊണ്ടുവരുന്ന സർക്കാരാണ്. കാർഷിക മേഖലയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ കാർഷിക മേഖലയിൽ 1ാം വിള കഴിഞ്ഞു, ഇതുവരെ ഒരു തരത്തിലുള്ള സംഭരണത്തിന് വേണ്ട ഏതെങ്കിലും സംരംഭങ്ങൾ തീരുമാനിച്ചിട്ടില്ല. 1ാം വിളയ്ക്കുള്ള പണം തീരുമാനിച്ചിട്ടില്ല. ഞാനിവിടെ വെച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ നെൽ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നെല്ലെടുക്കാൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കേന്ദ്ര സംഘം കേരളത്തിൽ വന്ന് ഇന്നും ഇവിടെ വന്ന് കർഷകരെ കണ്ട്
നെല്ല് നേരിട്ടെടുക്കാൻ തയ്യാറാണ്, നേരിട്ട് പൈസ കൊടുക്കും. 48 മണിക്കൂറിനുള്ളിൽ പൈസയാണ്. അത് തടയാനാണ് ഇപ്പോൾ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സഹകരണ ബാങ്കിനെ എല്ലാം വിളിച്ച് കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് നെൽകർഷകരെ നിന്ന് മേടിക്കാനാണ്, വീണ്ടും നെൽകർഷകരെ വഞ്ചിക്കുക. അപ്പോൾ ഇവർ നെൽകർഷകരുടെ കൂടെയാണോ അതോ ഈ പാവപ്പെട്ടവരെ ഇല്ലാതാക്കുന്ന സമീപനമാണോ? ശർക്കരക്കുടത്തിൽ കൈയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ആ കൈയിട്ട് വാരി 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 ഖജനാവ് കൊള്ളയാക്കി. ഇടതുപക്ഷക്കാരൻ്റെ DYFI നേതാവ് പറഞ്ഞത് കപ്പലണ്ടി വിറ്റ് നടന്നവൻ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകാരനായി. ബൂത്ത് തലം മുതൽ ബൂത്ത് സെക്രട്ടറി മുതൽ മറ്റേ ജില്ലാ സെക്രട്ടറി വരെ കോടി ഉണ്ടാക്കി. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ കാണുന്നത്. ഈ പ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതിൽ സംശയമില്ല. ഈ നാട്ടിലെ ജനങ്ങളെ കാണാനാണ് ഞങ്ങൾ വീടുവിടാന്തരം കയറുന്നത്.